ഹലോ എവ്രി വൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഞാൻ കുറച്ച് ഡിഫറെൻറ്റ് ഈ വീക്കെൻഡ് ഞാൻ ഓർത്തു കുറച്ച് ഡിഫറെൻറ്റ് ചെയ്യാം. ക്രൂഡ് ഓയിൽ ലെവൽസ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോവാം. കാരണം ഒത്തിരി പേര് നമ്മുടെ ക്രൂഡിൽ ട്രേഡ് ചെയ്യാറുണ്ട്. നമ്മുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ ഒരിടയ്ക്ക് ഞാൻ ട്രേഡൊക്കെ ഇട്ടായിരുന്നു. നമ്മൾ ഷോർട്സിലാണ് ഞാൻ ഇട്ടത്. സോ അതിൽ ഒത്തിരി പേര് ലൈക്ക് കമൻറ്റൊക്കെ ചെയ്തു. സോ ആളുകൾ കാണുന്നുണ്ട്. സോ ഐ തിങ്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒന്ന് ഇതിൻ്റെ ലെവൽസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ റെഗുലർ നിങ്ങൾക്ക് ഇതിൻ്റെ ലെവൽസ് കാര്യങ്ങൾ വേണമെങ്കിൽ ഞാൻ ഡെയിലി ഒന്ന് അനലൈസിസ് ചെയ്തിട്ട് ഡെയിലി ലെവൽസ് കാര്യങ്ങൾ ഞാൻ തരാം. നിങ്ങൾ കമൻറ്റ് സെക്ഷൻ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, സോ ഇപ്പോൾ ക്രൂഡിൻ്റെ 1 hour ചാർട്ടാണ് ഇപ്പോൾ ഉള്ളത്. സോ ഇപ്പോൾ ക്രൂഡ് എന്തായാലും ലോവർ ലോ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഒരു ഹയർ ഹൈ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഒരു ട്രെൻഡ് ലൈൻ ഇത് ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരച്ച് വെക്കണം കേട്ടോ. ഈ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ വരച്ച് വയ്ക്കുക ഫസ്റ്റ് ആദ്യമേ തന്നെ. സോ എന്താ കാണാം, ഇവിടെ ഈ ട്രെൻഡ് ലൈൻ ഇവിടെ റെസിസ്റ്റൻസ് എടുത്തു സെക്കൻഡ് ടൈം. ഓക്കെ, ഇനി തേർഡ് ടൈം ഇങ്ങോട്ട് ഇനി പോകാനുള്ള ഒരു സെറ്റപ്പിലാണ്. ഓക്കെ, പിന്നെ ഒരു സപ്പോർട്ട് ഇവിടെ ഒരു ഇത് സപ്പോർട്ടായിരുന്നു. ഓക്കെ, ഈ ഒരു പൊസിഷൻ ഇവിടെ കണ്ടോ, ഫസ്റ്റ് ടാപ്പ്, സെക്കൻഡ് ടാപ്പ്, തേർഡ്, മൂന്ന് പ്രാവശ്യം ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രീൻ ആക്കി എടുക്കാം. ഈ ഒരു സപ്പോർട്ട് സോൺ ഇത് കണ്ടോ. ഇപ്പോൾ ഇതിൻ്റെ അബവാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യണത്. കണ്ടോ, ഇതിൻ്റെ അബവാണ്. ദാറ്റ് മീൻസ് ഇവിടെ ഈ സപ്പോർട്ട് വീണ്ടും ഇവിടെ ഇത് കണ്ടോ റെസിസ്റ്റൻസ് ആയിട്ട് മാറി, പിന്നെ കൺസോളിഡേഷൻ, ദെൻ പ്രൈസ് മുകളിലേക്ക് ബ്രേക്കായി. ഇനി വീണ്ടും സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് ചാൻസസ് കൂടുതലാണ്. ഈ ഏരിയയിൽ ഈ ട്രെൻഡ് ലൈൻ, ബ്ലാക്ക് ട്രെൻഡ് ലൈൻ നമ്മൾ ഓവറോൾ ഉണ്ടല്ലോ, ആ ട്രെൻഡ് ലൈൻ അവിടെ ടച്ച് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, പിന്നെ ഇവിടെ റെസിസ്റ്റൻസ് കൂടി വരുന്നത് ഇത് കണ്ടോ, ഇവിടെ റെസിസ്റ്റൻസ് എടുത്തു, ഇത് റെസിസ്റ്റൻസ്, ഇവിടെ റെസിസ്റ്റൻസ്. സോ ഈ ഒരു ട്രെൻഡ് ലൈൻ കൂടി നമ്മൾ റെസിസ്റ്റൻസ് ആക്കി ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാം. ഈ ഒരു സോൺ 6600. ഓക്കെ, അത് റെഡ് ആക്കി ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കണം. സോ ഓവറോൾ സ്ട്രക്ചർ മനസ്സിലായിപ്പോൾ ഇത് സപ്പോർട്ടായിട്ടാണ് മാറി, ഇത് റെസിസ്റ്റൻസ് ആയിട്ട്. ദാറ്റ് മീൻസ് ആ ട്രെൻഡ് ലൈനിൻ്റെ റെസിസ്റ്റൻസുമാണ്. പിന്നെ ഇവിടെ ഈ ഒരു റെഡ് ലൈൻ ഇവിടെ 1, 2, 3 പ്രാവശ്യം റെസിസ്റ്റൻസ്. അപ്പോൾ ഈ ഫോർത്ത് ടൈം കൂടി റെസിസ്റ്റൻസ് എടുക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഇവിടെ വന്ന ബൈ മുകളിൽ ചെന്നാൽ നമ്മുടെ അവിടെ സെല്ലിൻ്റെ ആണ് കൂടുതൽ ചാൻസസ് കൂടുതലാണ്. പിന്നെ ഇനി സ്മോൾ ടൈം ഫ്രെയിമിൽ പോകാം. സ്മോൾ ടൈം ഫ്രെയിം പോകുന്നതിന് മുന്നേ ഒരു വേറൊരു ട്രെൻഡ് ലൈൻ കൂടി എനിക്ക് കാണിക്കാനുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഈ സപ്പോസ് ഇതിൻ്റെ അബവ്, ഇത് ഹയർ ടൈം ഫ്രെയിമാണ്, 1 hour ടൈം ഫ്രെയിമിൽ ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ആയാൽ, സോ നെക്സ്റ്റ് ഒരു ട്രെൻഡ് ലൈൻ അവിടെ നിന്ന് വേറൊരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട് കേട്ടോ, ഈ ഒരു ട്രെൻഡ് ലൈൻ. സോ അത് നമ്മളെല്ലാം വാച്ച് ചെയ്ത് വെക്കണം, മനസ്സിലായത്? ഈ ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരുന്നുണ്ട്. സോ പ്രൈസ് ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ അവിടെ പോകാൻ ചാൻസസ് ആണ്. ഇവിടെ നിന്ന് റിജക്റ്റ് ചെയ്താൽ പിന്നെ താഴേക്ക് വരും. അപ്പോൾ നമ്മൾ അതൊക്കെ എല്ലാം നോക്കണം. ഇനി ഞാൻ സ്മോളർ ടൈം ഫ്രെയിം ഇൻട്രാഡേ പർപ്പസിന് ഞാൻ അതൊന്ന് കാണിച്ചു തരാം. 15 minutes ടൈം ഫ്രെയിമിൽ നമ്മൾ പോവുകയാണെങ്കിൽ, യെസ്, ഇത് കണ്ടോ 15 minute ടൈം ഫ്രെയിമിൽ ഒരു ട്രെൻഡ് ലൈൻ, യെസ്, ഒരു ചാനൽ ടൈപ്പിലാണ്. ഒരു ചാനൽ കണ്ടോ, ഇതിങ്ങനെ ചാനൽ ടൈപ്പിൽ ഇതിൽ ഫോം ആയിക്കൊണ്ടിരിക്കുകയാണ് പാറ്റേൺ നമ്മുടെ. കണ്ടോ, വലിയ സ്ട്രക്ചർ, ഇത് ചെറിയ സ്ട്രക്ചർ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ പിടിക്കാം. യെസ്, ഓക്കെ, കണ്ടോ ലാസ്റ്റത്തെ 1, 2, 3 ടാപ്പ്. അപ്പോൾ കയറാനാണെങ്കിൽ സംഭവം ഇവിടെ നിന്ന് തന്നെ കയറിക്കോളും. ഇതിൻ്റെ ഈ ചാനൽ ഇത് ഇവിടുന്ന് കയറാനാണെങ്കിൽ ആക്ച്വലി ഇവിടെ നിന്ന് തന്നെ കയറിക്കോളും, മനസ്സിലായോ? സോ തിരിച്ച് വരികയാണെങ്കിൽ സപ്പോർട്ട് എടുത്ത് വീണ്ടും നിങ്ങൾ കയറേണ്ട ചാൻസസ് കൂടുതലാണ്. ഇത് ബ്രേക്ക് ചെയ്താൽ ബൈ ചാൻസ് ഇനി ഈ ട്രെൻഡ് ലൈൻ, ഈ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ഇത് ബ്രേക്ക് ചെയ്താൽ ഇത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ 6400 അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ വീക്ക്നെസ് ഷോ ചെയ്യും. ഓക്കെ, സോ അതങ്ങനെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുക. ചാൻസസ് കൂടുതലാണ് ഇതിനകത്ത് തന്നെ മൂവ് ചെയ്യും. ദെൻ മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്, കാരണം ഇവിടെ ഓൾറെഡി സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സോ മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, സോ ഓവറോൾ സ്ട്രക്ചർ ഇപ്പോൾ കാണുന്നത് ബുള്ളിഷാണ്. ബാക്കി നമുക്ക് പിന്നെ മൺഡേ ഓപ്പണിംഗിൽ നോക്കിയിട്ട് പിന്നെ ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഓവറോൾ സ്ട്രക്ചർ ക്ലിയർ ആയല്ലോ. സോ പിന്നെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ ലൈക്സ്, കമൻറ്റ്, സബ്സ്ക്രൈബ് മറക്കരുത്. ഇനി ക്രൂഡ് ഓയിലിൻ്റെ ലെവൽസ് ഡെയിലി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡെയിലി ആ ലെവൽസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, താങ്ക് യു സോ മച്ച്.